ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ വെച്ചാൽ നമ്മൾ ഇന്നാളെ നട്ട ചക്കരക്കേങ്ങ് ഉണ്ടല്ലോ, അതിന് കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കട്ടെ. ഇത് ഇട്ട് കൊടുത്താൽ നമ്മൾ കിഴങ്ങ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് പൊടിവളമാണ്, ഇത് കണ്ടല്ലേ, ഇത് കുറച്ച് പൊടിവളം. ഇത് ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കട്ടെ. മണ്ണിട്ട് കൊടുത്താൽ മാത്രമേ ഈ കിഴങ്ങ് വണ്ണം വെക്കൂല. അത് വെറുതെ ഇങ്ങനെ ഇട്ടതിനെ കൊണ്ട് മണ്ണ് വണ്ണം വെക്കൂല. ഇത് ഞാൻ കുറേശ്ശെ വളവും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് വളവും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മൾ കിഴങ്ങ് ഉള്ളത് വണ്ണം വെച്ച് കിട്ടും. അതിനാണ് ഇപ്പം എടുക്കുക. കുറച്ച് മണ്ണും ഈ ഒരു മണ്ണും കൂടി ഇട്ട് കൊടുക്കണ്ട. അപ്പോഴേക്ക് ഇനി നമുക്കൊന്നും ചെയ്യണ്ട. ഇത് ലാസ്റ്റിലത്തെ പണിയാണ്. ഇപ്പോൾ ഇങ്ങനെ കൂടി ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഈ വളവും കൂടി ഇതിലിട്ട് കൊടുക്കുക. ഇത് നല്ല പൊടിവളമാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ ചാടിയിട്ട് വേറി കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ മണ്ണ് വാരിയിട്ട് ഈ മണ്ണ് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ആ മണ്ണ് ഉണ്ടായാൽ മാത്രമേ കിഴങ്ങ് വണ്ണം വെക്കൂ. അതിനാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കിഴങ്ങ് വണ്ണം വെക്കൂല. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഇത് ഇങ്ങനെ തലപ്പോട്ടും തന്നെ ഇങ്ങനെ തുടങ്ങാം. കണ്ടില്ലേ, എന്താ ഇവിടെയെല്ലാം ഇങ്ങോട്ട് എത്തിപ്പോയി കിഴങ്ങെല്ലാം. എന്താ വള്ളി അങ്ങ് പടന്നങ്ങ് എത്തിപ്പോയി. നമുക്ക് കുറേശ്ശെ ഇവിടുന്നെല്ലാം ചിള്ളിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ മണ്ണില്ല കളക്കാൻ, എന്നാലും കുറച്ച് ഇതെല്ലാം കളിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ കളിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇതുപോലെ നല്ലപോലെ മണ്ണ് ഇടുന്ന് കുറച്ച് കളിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. മണ്ണ് ഇട്ടിട്ടില്ലെങ്കിൽ കിഴങ്ങ് വണ്ണം വെക്കൂല. അതിനാണ് ഈ മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കളക്കാനാവാനായി ഇനി വേഗം ആവും. അപ്പോൾ ഈ ഒരു മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ ആ വേര് വേഗം പെട്ടെന്ന് വണ്ണം വെച്ചോളൂ. പൂത്ത് തുടങ്ങി, കായെല്ലാം പൂത്ത് തുടങ്ങി. കണ്ടില്ലേ, ഇതേപോലെ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കളക്കുമ്പോഴേക്ക് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കിഴങ്ങ് നല്ലപോലെ വണ്ണം വെക്കാൻ തുടങ്ങും. ഇതുകൊണ്ടല്ലോ, ഇതേപോലെ ആ കാടെല്ലാം പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി നമുക്കിട്ട് കൊടുക്കാം. ഇതേപോലെ കണ്ടില്ലേ, ഇതിവിടെ മണ്ണ് കളക്കാൻ സൗകര്യം കുറവാണ്. അതിൻ്റെ നടുക്കൊരു ഏലില്ലാത്ത സ്ഥലത്താണ് ഞാൻ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ കുറച്ച് മണ്ണ് കോരിയിട്ടിട്ട് കൊടുക്കാം. എന്നാലും കുറേ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇതേപോലെ ഇട്ട് കൊടുക്കട്ടെ. കാണുന്നില്ലേ, കണ്ട, ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം അങ്ങേ ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കാം. ഒന്നാമത് തിരിയാനും അറിയാനും സൗകര്യമില്ല. തിരിയാനും അറിയാനും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് മണ്ണിഷ്ടം പോലെ ഇട്ട് കൊടുത്താൽ നല്ലപോലെ കിഴങ്ങ് കിട്ടും. ഇപ്പം അതിനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ നിറ പോലെ നമുക്കിത് ആക്കി കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കാൻ ആവില്ല, കുറേശ്ശന. അല്ല, ഇത് ഞാൻ കളിച്ചിട്ട് ഇവിടെ ഇപ്പം കളിച്ചിട്ടതാ. ഇല്ലേ, ഇത് കണ്ടല്ലോ, ഇപ്പം ഞാനിവിടെ കളിച്ചിട്ടിട്ട് പോയതാ. ഇതുപോലെ കുറേശ്ശെ. ഇത് മണ്ണിടാൻ ഏലില്ല, സൗകര്യമില്ല. അതുകൊണ്ടാണ് ഇത് പറ്റിയത്. ഇത് നല്ലപോലെ മണ്ണിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ നല്ലോണം കിഴങ്ങ് കീയും. ഇനി അതിൻ്റെതായ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ആയപോലെ നമുക്കങ്ങ് ഒപ്പിക്കാം, കിട്ടിയതായിക്കോട്ടെ. എന്നാലും നമ്മളെടുത്ത പണി പൂർത്തിയാക്കണ്ടേ, അതാണ്. ഇതെല്ലാം ഇതിലേ കൂടി ഇങ്ങനെ വാരിയിട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലോ. ആ വളവും ചാടിക്കൊടുത്ത് ഈ മണ്ണും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ച് ആ ഉള്ള കിഴങ്ങ് വണ്ണം വെക്കും. അത്രേ ഉണ്ടാവാനുള്ളൂ. ഉത്തരപ്പൊടിയിലെ സാധനം നട്ടിട്ടുള്ളൂ. എന്നാലും അത് നമുക്കതൊരു നല്ലൊരു വിളവെടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത് കാണിക്കാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്.
കണ്ടല്ലോ, ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പൂത്ത് തുടങ്ങി, കായ് പത്താസ് പൂക്കാൻ തുടങ്ങി. ചക്കരക്കേങ്ങ് ഇതേപോലെ ചാടി കൊടുക്കട്ടെ. കോരി മറിച്ചാൽ മതിയായിരുന്നു, പക്ഷെ മരിക്കാൻ മാത്രം മണ്ണില്ല ഇവിടെ. അതുകൊണ്ട് കിളച്ചിട്ട് വാരി ഇടുവാന്ന് ചെയ്യുന്നു. കുറേശ്ശെ എല്ലാത്തിനും വാരി ഇടാം, കൂടുതലിടാനില്ല. നല്ലപോലെ ഇടണം വിചാരിച്ചിന്, പക്ഷെങ്കിൽ ഇടാൻ സ്ഥലവും ഇല്ല, മണ്ണില്ല. അതുകൊണ്ടാണ്. ഇതല്ലേ ഇപ്പം എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അതിൻ്റെതായ പണിക്ക് എടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ നമുക്കൊരു ഗുണവും ഉണ്ടാവില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ചെയ്യുമ്പോൾ അതതിൻ്റെ പണി പോലെ തന്നെ നോക്കി ചെയ്യണം. വെറുതെ എടുത്ത് നട്ടതിനെ കൊണ്ടൊന്നും നമുക്ക് അനുഭവം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തിട്ട് അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് കമൻറ്റിലൂടെ വിവരം പറയാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതുപോലെ ആരും ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടും ഉണ്ടാവില്ല. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്നും ആരും കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. എല്ലാം പലതരത്തിലുമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഉപകാരപ്രദം ആയിക്കോട്ടെ വെച്ചിട്ടാണ്, വേറെ ഒരു കഷ്ടപ്പാടും ഇല്ല ഇനി. അത് തന്നെ, വേറൊന്നല്ല. ഇപ്പൊ കണ്ടല്ലോ, ഇതേപോലെ മണ്ണിട്ടിട്ട് ഇനിയിപ്പോൾ ഇവരെ പണിയാണ്. ഇവർ വണ്ണം വെക്കല്, ഇവർ വണ്ണം വെക്കുവോ ആക്കുവോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് പിന്നിപ്പം ഇത്രേ കയ്യിലും ഇത് നമ്മൾ ഇവിടെ ആക്കി കൊടുക്കട്ടെ. എന്താ ഉണ്ടല്ലേ, ഇപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതിവിടെ ആക്കിയിട്ട് തൽക്കാലം ഇവിടെ കുറേ ദിവസം മണ്ണ് കൊത്തിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കളിക്കുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാഗ്യം. ഒറ്റ ഒരു തലേന്നല്ല ഇത് കിട്ടേണ്ടത്. എന്തായാലും നമുക്ക് ഒരിക്കൽ വെക്കാനും കിട്ടുമായിരിക്കും, എന്തായാലും ഒന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വരും, ഹൈപ്പ് അടിക്കുക. ഹൈപ്പ് ചെയ്താൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കമൻറ്റ് ഇടുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. അതാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. പിന്നെ വീഡിയോ കാണുന്നവരാരും സ്കിപ്പ് ചെയ്യാതെ കാണണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി പുത്തിരിയിൽ നാളെ വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.